ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു രാത്രി 7 മണിയെല്ലാം ആയപ്പം ഈ ഒരുങ്ങിയിട്ട് പോകുന്നത് ഞങ്ങളുടെ റൂമിന്റെ അടുത്തുള്ള അൽജുബൈൽ എന്ന ടൗണിലേക്കാണ് കേട്ടാ. എന്താന്ന് വെച്ചാല് ആദ്യമായിട്ട് ഇന്ത്യക്ക് പുറത്തേക്ക് വന്നതല്ലേ, ഇവിടെ വന്നിട്ട് സ്ഥലമൊന്നും കണ്ടിട്ടാന്ന് പറയരുതല്ലോ. അതുകൊണ്ട് തന്നെ അടുത്തുള്ള ലുലു മാളിലേക്ക് പോകാൻ ഞങ്ങളുടെ കമ്പനിയിലെ ബസ് ഡ്രൈവറായിട്ടും പണിക്കാരെ കൂട്ടാൻ കമ്പനിയിലേക്ക് പോകുന്നതിലേക്ക് ഇവിടെ ഇറക്കി തരാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ കാശ് ലാഭം. എന്നിട്ട് റോഡ് മുറിച്ചടഞ്ഞ് ഞങ്ങൾ ലുലു മാളിന്റെ ഉള്ളിലേക്ക് പോയി. ചെറിയ ലുലു മാളാണ് എന്നിട്ട് ഇവിടെ ഉള്ളത്. ആകെ ഉള്ളത് ഒരു നില ബിൽഡിംഗ്. ഉള്ളിൽ കയറിയിട്ട് എങ്ങോട്ടേക്ക് പോകേണ്ടെന്ന് അറിയാത്തോണ്ട് തന്നെ ആദ്യം ഡ്രസ്സ് നോക്കാൻ വേണ്ടിട്ട് അതിന്റെ സെക്ഷനിലേക്ക് പോയി. ഈ മാളിലാന്ന് ഒരു പാർട്ടീഷൻ പോലും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡ്രസ് സെക്ഷനിൽ കഴിഞ്ഞ് ഇലക്ട്രോണിക് സെക്ഷനിലേക്ക് കടന്നതോലും ഞങ്ങൾ അറിഞ്ഞിട്ടാ. കുറെ ഡ്രസ്സ് നോക്കിയെങ്കിലും എനക്കൊന്നും പിടിച്ചിട്ടാ. അല്ലെങ്കിൽ എനക്കെന്തിനാ പിടിക്കണത്, പ്രണയിനാണ് പാന്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് കയറി. പിന്നെ മിറർ കണ്ടോണ്ട് ഒരു ഔട്ട്ഫിറ്റ് ചെക്ക് കൂടി എടുത്തിട്ട് തിരിച്ച് കോസ്മെറ്റിക് സെക്ഷനിലേക്ക് പോയി. ആടുന്നാണ് എനക്കൊരു സ്പ്രേയും പിന്നെ ഒരു അണ്ടർ ആർമറും വാങ്ങി. അന്നേരമാണ് ആടുന്ന് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഐസ്ക്രീം കൊടുക്കുന്ന കണ്ടത്. പിന്നെ അങ്ങേയും പോയിട്ട് വാങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് ആടെ വരുന്ന ചെറിയ പിള്ളേർക്ക് കൊടുക്കാനുള്ളതാണ്. അന്നേരം തന്നെ ആടുന്ന് ഐസ്ക്രീം എടുത്തിട്ട് ഞങ്ങൾ വേഗം സ്കൂട്ടായി. പിന്നെ മാള് ഫുള്ളും കറങ്ങി കണ്ടു കഴിഞ്ഞ് എനക്കാണ് തൊണ്ടക്ക് ചെറിയ കിച്ചു ഉണ്ടായോണ്ട് ചെറിയ ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കെറ്റിലും അങ്ങ് വാങ്ങി. അത് വാങ്ങിക്കഴിഞ്ഞപ്പോൾ ആരും എടുത്ത് കാണും. പിന്നെ എങ്ങനെയോ എല്ലാവരും തപ്പിപ്പിടിച്ച് കുറച്ചു നേരം സൂപ്പർ മാർക്കറ്റിന്റെ പുറത്ത് പോയെങ്കിൽ അന്നേരം ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അണ്ണന്മാര് ഫോട്ടോ എടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഞങ്ങൾ 2016 ഫേസ്ബുക്ക് കാലഘട്ടത്തിലേക്ക് വന്ന പോലെ തോന്നി. എല്ലാവരും കൂടി പിന്നെ പുറത്തേക്ക് ഇറങ്ങി. ഹൈപ്പർ മാർക്കറ്റിന്റെ സൈഡിൽ ഒരു കട കണ്ടുകൊണ്ട് അവിടെ പോയി ചായ കുടിക്കാന്ന് കരുതിയപ്പം കട അടച്ചേക്കുന്നു. ആടെ നോക്കിയപ്പോൾ ഓപ്പോസിറ്റ് ഒരു കട തുറന്നേക്കാണ് കണ്ടത്. എന്നാലും നേരെ റോഡ് മുറിച്ചാടുന്ന് അങ്ങോട്ടേക്ക് ഒരു കോഫി ഓർഡർ ചെയ്തിട്ട് കുടിച്ചോണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളുടെ ബസ് ഡ്രൈവറായിട്ട് വിളിക്കുന്നത് തിരിച്ച് റൂമിലേക്ക് കൂട്ടാൻ. പിന്നെ ഞങ്ങൾ ഇറക്കിയ സ്ഥലത്ത് തന്നെ ഞങ്ങൾ പോയി നിന്ന് എന്നിട്ട് ബസ്സും കയറി നേരെ ഡീസൽ അടിക്കാൻ പമ്പിലേക്ക് പോയി. ആടെ പോയപ്പോൾ അടുത്ത പണി പമ്പിൽ ഡീസൽ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളു. പിന്നെ അതും നിറച്ചു തരാൻ ഞങ്ങൾ ആടെ തന്നെ വെയിറ്റ് ചെയ്തു. സമയമായപ്പോൾ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ട് ഞങ്ങൾ നേരെ ക്യാമ്പിലേക്ക് പോയി. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ ശരി, പോയിട്ട് വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്നും മറന്നേക്കല്ല കേട്ടാ.